പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി വിഎച്ച്പി. ബിനു വാഴമുട്ടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിൽ കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം. പാസ്റ്ററുടെ വിവാദ ധ്യാന കേന്ദ്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമെന്നും ആരോപണമുണ്ട്. ബിനു വാഴമുട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നവരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിഎച്ച്പി ആരോപിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ബിനു വാഴമുട്ടത്തിന്റെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിനു വാഴമുട്ടത്തിന്റെ ധ്യാന കേന്ദ്രത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നിർണായക പങ്കുണ്ട്. അത് പലപ്പോഴും ബിനു വാഴമുട്ടം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പങ്കുവച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ പോക്ക് അത് മറ്റൊരു തലത്തിലാകില്ലേ? ഒപ്പം ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ വരുന്നതിനൊപ്പം മരണം, ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ മരണത്തെപ്പറ്റിയും അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ബിനു വാഴമുട്ടുന്ന കൊടും ക്രിമിനലിന്റെ മറ്റൊരു മുഖമാണോ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? അശ്വതി, തീർച്ചയായിട്ടും ആ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ബിനു വാഴമുട്ടത്തിനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന സമിതി അംഗങ്ങൾ പത്രസമ്മേളനത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ബിനു വാഴമുട്ടത്തിനെതിരായിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ആരോപണങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തലും ഈ വിഎച്ച്പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏജൻസികൾ കൃത്യമായിട്ട് ഇതിൽ അന്വേഷിച്ച് ബിനു വാഴമുട്ടത്തിനെതിരെ നടപടി കൈക്കൊള്ളണമെന്നുള്ളതാണ് വിഎച്ച്പിയുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം. പ്രധാനമായിട്ടും ഈ ബിനു വാഴമുട്ടത്തിനെതിരെ പരാതികൾ ഉയർന്നു വന്നത് ഇന്നോ ഇന്നലെ അല്ല, അത് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള പരാതികൾ ബിനു വാഴമുട്ടത്തിനെതിരായിട്ട് ഒപ്പം അയാളുടെ സ്ഥാപനത്തിനെതിരായിട്ടും ഉയർന്നു വന്നുകൊണ്ടിരുന്നു. ഉദാഹരണമായിട്ട് 2019 ഇലവൻതിട്ട പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുള്ള ഒരു യുവതി നൽകിയിട്ടുള്ള പരാതി അടക്കം വിഎച്ച്പി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ യുവതിയെ പ്രാർത്ഥനാലയത്തിൽ വെച്ച് കടന്നു പിടിച്ചു എന്നതടക്കമുള്ള പരാതികൾ ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ബിനു വാഴമുട്ടത്തെ അറസ്റ്റ് ചെയ്യുന്നതിനോ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുന്നതിനോ തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യവും വിഎച്ച്പി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തുടർച്ചയായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പരാതി, ഇയാൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തേച്ച് മായ്ച്ച് കളഞ്ഞ് സുരക്ഷിതനായിട്ട് ഇയാൾ ഇപ്പോഴും പൊതുസമൂഹത്തിൽ തുടരുന്നു എന്നുള്ളതാണ് വിഎച്ച്പിയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടൊക്കെ തന്നെ അടുത്ത ബന്ധം ഇയാൾ വെച്ചു പുലർത്തുന്നു. അത് ആ പാസ്റ്ററുടെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ആ വീഡിയോ ദൃശ്യത്തിലടക്കം വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ പത്തനംതിട്ട SHO അടക്കം ബന്ധപ്പെട്ടിരുന്നു മറ്റേ കേസിൽ, അതായത് ആ കുട്ടികളെ ഉപദ്രവിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള ആ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം ഉപയോഗപ്പെടുത്തി എന്നുള്ള കാര്യം ഈ പാസ്റ്റർമാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ പുറത്തു വന്നിരുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ ബിനു പാസ്റ്ററും അതോടൊപ്പം തന്നെ ഈ എലോഹിം ഗ്ലോബൽ സെന്ററിനും ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നത രാഷ്ട്രീയ നേതൃത്വവുമായിട്ടുള്ള അടുത്ത ബന്ധം തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനായിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ രാഷ്ട്രീയ സ്വാധീനത്തെ ഇയാൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് വിഎച്ച്പി കുറ്റപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഗുണ്ടകളെ അടക്കം തീറ്റിപ്പോറ്റുന്ന ഒരു ധ്യാന കേന്ദ്രമാണ് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ. അതേപോലെ തന്നെ കൂണുപോലെ ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള പെന്തക്കോസ്ത് വർഷിപ്പ് കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ സാമ്പത്തിക സ്രോതസ്സുകളിലടക്കം കൃത്യമായിട്ട് അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സ് ഒപ്പം സാമ്പത്തിക വിനിയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടക്കേണ്ടതുണ്ട്. ഇതിന് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ ഭാഗത്തു നിന്നും നടപടികൾ ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഈ ബിനു പാസ്റ്റർ അടക്കമുള്ള ആളുകൾക്കെതിരെ നിയമ നടപടി ഉണ്ടായില്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ വരുന്ന ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം വിഎച്ച്പി സംസ്ഥാന സമിതി അംഗങ്ങൾ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അശ്വതി, ശരി ഗോകുൽ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ വിഎച്ച്പി ഉന്നയിച്ചിരിക്കുന്നത്. അതിലൊരു അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ വിഎച്ച്പി ആവശ്യപ്പെടുന്നതും. ഗോകുൽ രമേശാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.